ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ റിഫ്ലക്സ് ആക്ഷൻ ഉള്ള ഒരു ജീവിനെ പറ്റിയിട്ടാണ്. നമ്മൾ കണ്ടു കാണും പൂച്ചസാറിൻ്റെ റിഫ്ലക്സ് ആക്ഷൻ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ റീൽസിലൂടെയും ഷോർട്സിലൂടെയും ഒക്കെ ട്രോളിലൂടെയൊക്കെ നമ്മൾ വളരെയധികം കാണാറുണ്ട് പൂച്ചസാറിൻ്റെ റിഫ്ലക്സ് ആക്ഷൻ. പക്ഷേ പൂച്ചസാറെന്ന് ഒന്നുമല്ല ശരിക്കും പറഞ്ഞ ഈ ജീവിയുടെ മുമ്പിൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിഫ്ലക്സ് ആക്ഷൻ പൂച്ചസാറിനേക്കാളും വേഗത്തിലാണ്. പൂച്ചസാറിൻ്റെ ഒരു റിഫ്ലക്സ് സ്പീഡ് എന്ന് പറയുമ്പോൾ 20 മില്ലി സെക്കൻഡ് ആണെങ്കിൽ ഇതിൻ്റെ 0.13 മില്ലി സെക്കൻഡിനുള്ളിൽ തന്നെ ഈ ജീവിക്ക് റിഫ്ലക്സ് ചെയ്യാൻ പറ്റും. ഈ ജീവിയുടെ പേര് ഒരു ആൻഡാണിത്. ഇത് ട്രാപ്പ് ജോ ആൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് അധികം അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ സാധിക്കില്ല. ജീവിനെ വളരെ റെയറായിട്ട് കാണാൻ പറ്റിയാലായി. ഇത് കൂടുതലും ജീവിക്കുന്നത് സൗത്ത് അമേരിക്ക, പിന്നെ സൗത്ത് ഏഷ്യ, ആഫ്രിക്ക അതുപോലുള്ള സ്ഥലങ്ങളിലാണ്. പിന്നെ അമേരിക്കയിലൊക്കെ കൂടുതലായിട്ട് ഈ ജീവിനെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ഹണ്ട് ചെയ്യുന്നത് കൂടുതലും ചെറിയ പ്രാണികളൊക്കെയാണ് ഹണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ വണ്ടുകൾ, പിന്നെ തേരട്ടകൾ പോലുള്ള ജീവികളൊക്കെ ഇതിന് ചിലപ്പോൾ ഭക്ഷണമാക്കാറുണ്ട്. ചില സാഹചര്യത്തിൽ ഈ ഉറുമ്പിനെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ഉറുമ്പിന് വളരെ പെട്ടെന്ന് തന്നെ അതുകളിൽ നിന്നുള്ള അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഈ ഒരു ഉറുമ്പിൻ്റെ ഫോഴ്സ്, ഈ ഉറുമ്പ് ഏതൊരു ജീവിയോ ഉപദ്രവിക്കുകയോ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ഉറുമ്പിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ ഏകദേശം 300 മടങ്ങ് ഒരു ഫോഴ്സാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡുള്ള ഒരു റിഫ്ലക്സ് ആക്ഷൻ ഒരു 0.13 മില്ലി സെക്കൻഡിനുള്ളിൽ ഇതിനെ റിഫ്ലക്സ് ചെയ്യാനും മറ്റൊരു ജീവി ഇതിനെ കടിക്കണമെന്നോ അല്ലെങ്കിൽ കടിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ ആലോചിക്കുന്നതിന് മുന്നേ തന്നെ ഈ ജീവിക്ക് പെട്ടെന്ന് തന്നെ വെട്ടിമാറാൻ സാധിക്കും. അതിൻ്റെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇത്ര വേഗത്തിലായിട്ട് റിഫ്ലക്സ് ചെയ്യാൻ ഈ ജീവിക്ക് പറ്റുന്നത്. ഇന്ന് വരെ ഭൂമിയിൽ അറിയപ്പെടുന്നതിൽ ഏറ്റവും വേഗത്തിൽ റിഫ്ലക്സ് ആക്ഷൻ ഉള്ള ഒരു ജീവി, ഏറ്റവും വേഗത്തിൽ റിയാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിയായിട്ടാണ് ഈ ഒരു ഉറുമ്പ് അറിയപ്പെടുന്നത്.